തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലേക്ക് എത്തി. ഓരോ ദിവസവും ഓരോ മുന്നണികൾ ഓരോ ആയുധങ്ങളായിട്ട് രംഗത്ത് വരികയാണ്. ജമാഅത്തെ സപ്പോർട്ട്, PDP സപ്പോർട്ട്, ഹിന്ദു മഹാസഭയുടെ സപ്പോർട്ട്, അങ്ങനെ വെറൈറ്റി ആയുധങ്ങൾ. ഒരാളൊന്നിറക്കുന്നു, മറ്റേയാൾ അടുത്തതിറക്കുന്നു. അതിന്റെ ഇടയിൽ ഇനി സ്വല്പം മ്യൂസിക് ആവാം. ജനം ഇവിടെ വിവിധ ഭാഷകളിൽ മൊഴിഞ്ഞു വാഴുന്നു, ജനം മൊഴിഞ്ഞു വാഴുന്നു. ഓഹോ, നിങ്ങൾക്കൊരു രമ്യ ഹരിദാസൻ എന്ന് കരുതി വല്ലാണ്ട് കോൺഫിഡൻസ് കാണിക്കണ്ടേട്ടാ. അടുത്തതായി ഞങ്ങളുടെ കോമ്രേഡ്സ് രംഗത്തിറക്കുന്നു. CPM നേതാവ് ദലീമ ജോജോ. ചെക്ക്. പടച്ചവൻ പടച്ചപ്പോൾ മനുഷ്യനെ പടച്ചു, മനുഷ്യന്മാർ തമ്മിൽ പണക്കാരെ പടച്ചു. ഇത് പോരാ, രാഷ്ട്രീയം പറഞ്ഞുള്ള പാട്ട് വേണോ? ദിപ്പ ശരിയാക്കി തരാം. നമ്മളുടെ കാശ് വാങ്ങി ഇംഗ്ലണ്ടിലേക്ക് അയക്കുവാൻ സമ്മതിക്കില്ലെന്നതാണ് ഏതു ഏറ്റുമുട്ടുവാൻ. പക്ഷെ നിങ്ങൾ രണ്ടൂട്ടരും എത്രയൊക്കെ പാട്ട് പാടി വോട്ട് പിടിക്കാൻ നോക്കിയിട്ട് എന്തുട്ടാ കാര്യം? രണ്ടൂട്ടരും തോറ്റു പോവില്ലേ? ആര് പറഞ്ഞു? PV അൻവർ അല്ലാണ്ട് ആര്? 75,000 വോട്ടിൽ കുറയാത്ത വോട്ട് ചെയ്യാൻ പിടിക്കും. LDFന്റെ സ്ഥാനാർത്ഥി 30,000 to 35,000 വോട്ടുണ്ടാവും. UDFന്റെ സ്ഥാനാർത്ഥിക്ക് മാക്സിമം 40,000 to 45,000 വോട്ടുണ്ടാവും. അത് വേറൊരു യൂണിവേഴ്സ്. മൂപ്പരിന് സ്വപ്നത്തിലാണോ? അല്ല, കിട്ടുന്ന വോട്ടിന്റെ എണ്ണൊക്കെ പറയണു. എനിക്ക് 75,000 വോട്ട് കിട്ടുന്നു. അമ്പൂക്ക പാവം, മൂപ്പരുടെ കൂടെ ആരും ഇല്ലാത്തോണ്ടാന്ന് തോന്നുന്നു പുള്ളി സ്വയം പറയണത് PV അൻവർ തുടരുന്നു. പിന്നെ പുള്ളിയുടെ കൂടെ ആരും ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ PV അൻവറിന് വേണ്ടി ക്രിക്കറ്റ് ഇതിഹാസം യൂസഫ് പടാൻ ക്രീസിൽ ഇറങ്ങിയത്? എല്ലാ പ്രവർത്തനവും നമ്മുടെ നാടിന്റെ വികസനത്തിനാണല്ലോ എന്ന് ഓർക്കുമ്പോ ഒരാശ്വാസം. അതേസമയം മറ്റൊരിടത്ത് ഞങ്ങളുടെ യുവ നേതാക്കൾ അസ്വസ്ഥരാണ് സുഹൃത്തുക്കളെ. ഞങ്ങൾ ബോർഡൊക്കെ വെച്ചിട്ടുള്ള വണ്ടി അപ്പം വാഹന പരിശോധന നടത്താനുള്ള അവകാശം അവർക്കുണ്ടല്ലോ, അതിന്റെ സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ഞങ്ങൾ പൂർണ്ണമായി സഹകരിച്ചു. ഒരു MP-യുടെ ബോർഡ് വെച്ച വണ്ടി തെരഞ്ഞെടുപ്പ് ഓഫീസേഴ്സ് പരിശോധിക്കാൻ പാടുണ്ട. അത് ഞങ്ങളുടെ ഷാഫി പറമ്പിൽ MP-ക്ക് തീരെ പിടിച്ചിട്ടില്ല കേട്ടാ. പിന്നെ പാവം പരിശോധനയ്ക്ക് സഹകരിച്ചു എന്നൊക്കെയാണ് പറയണത്. എവിടെ സഹകരണ പ്രസ്ഥാനത്തിന്റെ ദൃശ്യങ്ങൾ എവിടെ? നിങ്ങളൊന്ന് കാണട്ടെ. എന്നോട് പെട്ടി തുറക്കാൻ എന്നോട് പറഞ്ഞു. ഞാൻ പെട്ടി എടുത്ത് പുറത്ത്. ഓ, സഹകരണ മനോഭാവത്തിന്റെ നിഷ്കളങ്ക പ്രസ്ഥാനത്തിന്റെ തിളക്കം ആ മുഖത്ത് കാണുന്നില്ലേ നിങ്ങൾ സുഹൃത്തുക്കളെ? പോലീസ് ഷാഫി പറമ്പിന്റെ മുഖത്തേക്ക് ടോർച്ച് അടിച്ചു. അദ്ദേഹമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പറഞ്ഞു. വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി. അപ്പോൾ ഞങ്ങളെല്ലാം പുറത്തിറങ്ങി. അപ്പോൾ അദ്ദേഹത്തോട് ഡിക്കി തുറക്കാൻ പറഞ്ഞു. അതിലൊക്കെ ഞങ്ങൾക്ക് ഒരു അസ്വാഭാവികത തോന്നി. തെരഞ്ഞെടുപ്പ് സമയത്ത് നടത്തുന്ന വാഹന പരിശോധനയില് നമ്മുടെ യൂത്തന്മാർക്ക് മാത്രം അസ്വാഭാവികത തോന്നി. അതെന്താ അങ്ങനെ? മറച്ചു വെക്കാനുള്ളവർക്ക് പരിശോധിക്കുന്നതിന്റെ ഭാഗമായിട്ട് അമർഷവും പ്രതിഷേധവും രൂപപ്പെട്ടു വരാം. ഇവർക്ക് വേറെ ഒരു പൊളിറ്റിക്സും പറയാനില്ല. പാലക്കാട് ഇതുപോലെ ഒരു പെട്ടിയുടെ കാര്യം പറഞ്ഞിട്ട് എന്തുട്ടൊക്കെ പുകിലുണ്ടാക്കിയതാ. എന്നിട്ട് ഇപ്പൊ എന്തായി? അതുകൊണ്ട് അത് വിട്. കം ടു ദിസ് പെട്ടി. ഞങ്ങൾ വളരെ പോസിറ്റീവായിട്ടാണ് അതിനോട് സഹകരിച്ചത്. ഞങ്ങൾ വണ്ടി നിർത്തുന്നു, MP-യുടെ മുഖത്തേക്ക് ടോർച്ച് അടിക്കുന്നു. ഓക്കെ, ആയിക്കോട്ടെ. എന്നിട്ട് ടോർച്ച് വെച്ചിട്ട് തന്നെ, ഒരു വാക്കുപോലുമില്ല, ടോർച്ച് വെച്ചിട്ട് തന്നെ വളരെ ഇൻസൾട്ടിംഗ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറയുന്നു. ഓ, സാർ ഇവിടെ ഉണ്ടായിരുന്നോ? സാറിന്റെ പോസിറ്റീവ് സഹകരണവും നാട്ടുകാർ മൊത്തം കണ്ടതാട്ടോ. ഞങ്ങൾ അങ്ങനെ സൂചിപ്പിക്കാൻ നീ വരണ്ട. അതിന്റെ കൈ വെച്ചിരുന്നാൽ മതി. അങ്ങനെ സൂചിക്കുന്ന ആളുകളും അല്ല. നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം. അത് തരാം കേട്ടോ. എല്ലാരും പേടിക്ക്. അപ്പൊ അത് വളരെ ഇൻസൾട്ടിംഗ് ആയിരുന്നു. അത് പിന്നെ അങ്ങേയറ്റം ബയാസ്ഡ് ആണ്. ഈ രാഹുലും ഷാഫിയും ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ട് വല്ല കോമഡി സീനിലും പോയി അഭിനയിക്കുന്നതാണ് നല്ലത്. നമ്മൾ ഇൻസൾട്ടഡ് ആകുമ്പോഴേ, നമ്മളെല്ലാം സാധാരണ മനുഷ്യന്മാരാണല്ലോ, നമ്മൾ ഇൻസൾട്ടഡ് ആകുമ്പോൾ ആർക്കായാലും അതിന്റെ വിഷമവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാകും. ഞങ്ങളുടെ യൂത്തമാർ ഇത്രയ്ക്ക് ഇമോഷണൽ ആവാൻ കാര്യം എന്താണെന്നറിയോ? എല്ലാരും കൂടി അവരെ ടാർഗറ്റ് ചെയ്യുന്നു, അവരെ മാത്രം പരിശോധിക്കുന്നു. അതെവിടെ തന്നെയായ ഏതെങ്കിലും ഒരു ഇടതുപക്ഷ ജനപ്രതിനിധിയുടെ വാഹനം എത്ര മന്ത്രിമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും, നിങ്ങളെല്ലാം കാണുന്നില്ലേ? ഇടതുപക്ഷ CPM-ന്റെ 100 MLA-മാർ ഇവിടെ ഇല്ലേ? ഇടതുപക്ഷത്തിന്റെ 100 MLA, 99 MLA-മാർ ഇവിടെ ഇല്ലേ? അവരുടെ ആരുടെയെങ്കിലും വാഹനം പരിശോധിക്കുന്നുണ്ടോ? നിങ്ങൾ പെട്ടിങ്ങടക്കാൻ വെച്ച് വിവാദം ഉണ്ടാക്കുമ്പോ തൊട്ടപ്പുറത്ത് വാഹന പരിശോധന തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളൊന്നും അറിയണില്ല? ഇത് കണ്ട, ഇത് ഇടതുപക്ഷത്തെ രാധാകൃഷ്ണൻ MP-യുടെ വാഹനം പരിശോധിക്കുന്ന ദൃശ്യങ്ങളാണ്. എന്തേ ഒന്നും പറയാനില്ലേ? അയ്യോ, ഞങ്ങളുടെ വണ്ടി മാത്രം പരിശോധിക്കണേന്ന് പറഞ്ഞ് ഒരു ഓളുണ്ടാക്കാന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ അതും ചീറ്റിപ്പോയി. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനിക്ക്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഉമ്മറപ്പടിയിലെത്തി നിൽക്കാണ്. തെരഞ്ഞെടുപ്പ് ദിവസം ആകുമ്പോഴത്തേക്കും ആവനാഴിയിലുള്ള എല്ലാ അസ്ത്രങ്ങളും പുറത്തെടുക്കാനുള്ള തത്രപ്പാടിലാണ് നമ്മുടെ നേതാക്കള്. എല്ലാ അസ്ത്രങ്ങളും അടവ് നയങ്ങളും ഗാലറിയിൽ ഇരുന്ന് കണ്ട് നമ്മുടെ ജനങ്ങള് വിധി എഴുതുന്നുള്ളത് മറക്കണ്ടട്ടാ.